ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. ഏപ്രിൽ 2ാം വാരത്തിൽ, അതായത് ഏപ്രിൽ 15-നും 25-നും ഇടയ്ക്ക്, 2ാം വാരം 3ാം വാരം, അടുത്ത ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും. തീയതികൾ മിക്കവാറും ഒരാഴ്ച 10 ദിവസത്തിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭാ ഇലക്ഷൻ തീയതികൾ ഓരോ സംസ്ഥാനത്തിലും എപ്പോൾ എങ്ങനെയെന്നത് പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു ലോക്സഭാ ഇലക്ഷൻ്റെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇന്നു മുതൽ ഒരു അവലോകനം തുടങ്ങുകയാണ്. ആദ്യം കേരളത്തിലെ 20 സീറ്റുകൾ. ആ 20 സീറ്റുകളിൽ ഓരോ സീറ്റിലെയും സാധ്യതകളെ പറ്റിയുള്ള, സ്ഥാനാർത്ഥികൾ ആയിട്ടില്ല ഔദ്യോഗികമായിട്ട്, എന്നാലും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള തമ്മിലൊരു വ്യക്തമായ ധാരണ പല മണ്ഡലങ്ങളിലും ആയിക്കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ആയി ഞങ്ങൾ പറയുന്നില്ല. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കുമെന്ന് ഏകദേശ ധാരണയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. LDF പ്രത്യേകിച്ചും CPM 15 സീറ്റുകളിൽ മത്സരിക്കുന്നു. 20 സീറ്റുകളിൽ 4 സീറ്റിൽ CPI, 1 സീറ്റിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി, അതായത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മത്സരിക്കുന്നു. അവിടെ തോമസ് ചാഴിക്കാടൻ വീണ്ടും സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് ആ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനകത്ത് വ്യക്തത വന്നു കഴിഞ്ഞു. ഇനി UDFന്റെ കോട്ടയത്ത് ആര് മത്സരിക്കും എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ, BJPയുടെ ആരാന്ന് അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തമായ ധാരണ ഈ 15 സീറ്റിലേക്കും വന്നിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് ഈ മാസം അവസാന ആഴ്ചയിൽ തന്നെ 27-ാം തീയതിക്കുള്ളിൽ അത് പ്രഖ്യാപിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി CPIയുടെ സീറ്റുകൾ ആരൊക്കെയാണെന്നുള്ളത്, 4 സീറ്റിൽ എന്നുള്ളത് അതിന് പിന്നാലെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ഞങ്ങൾ എടുക്കുകയാണ്. തിരുവനന്തപുരത്ത് തരൂരിന് 4ാം ഊഴമാണ്. 2009-ലും 2014-ലും 2019-ലും ജയിച്ചു വന്ന ശശി തരൂര് വീണ്ടും മത്സരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ വല്ലാത്ത അനിശ്ചിതമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ആരായിരിക്കുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഇനി സംശയിക്കാനൊന്നുമില്ല. തരൂർ തന്നെ 4ാം അംഗത്തിന് ഇറങ്ങുമ്പോൾ ഇവിടെ BJPയുടെ ഏറ്റവും വലിയ ആശങ്ക, കൺഫ്യൂഷൻ അവിടെയാണ്. കാരണം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP റണ്ണറപ്പായ 2ാം സ്ഥാനത്ത് വന്ന ഏക മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം. BJPക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10 മുതൽ 15% വോട്ട് ഷെയർ ഉണ്ടെങ്കിലും ഈ 15% മറികടന്ന് വോട്ടുകൾ നേടിയ 3 മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ തിരുവനന്തപുരം. അതേപോലെ തൃശ്ശൂരും ആറ്റിങ്ങലിലും കഴിഞ്ഞ 2019-ലെ തെരഞ്ഞെടുപ്പിൽ 15% മുകളിൽ വോട്ടുകൾ നേടാൻ BJP സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചു. അത് വ്യക്തിപരമായ കാരണങ്ങൾ കൂടി അതിൻ്റെ അകത്തുണ്ട്, പാർട്ടി വോട്ടുകൾ മാത്രമല്ല. അപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് ഒരു അടിസ്ഥാന ബേസ് ഉണ്ട്. നമുക്കറിയാം. കോർപ്പറേഷൻ എടുത്താലും മൊത്തം വോട്ട് ഷെയർ നോക്കിയാലും തിരുവനന്തപുരത്ത് BJP വോട്ടുകൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള ഒരു മേഖലയാണ് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഈ 2 തവണ റണ്ണറപ്പായ BJPക്ക് 3ാം തവണ ജയിക്കണമെന്ന് വാശി കാണും. വാശി എപ്പോഴും നല്ലതാണ്. പക്ഷെ ജയിക്കാൻ ആരെ നിർത്തും? അവിടെയാണ് വിഷയം. നിർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ BJP വിഷമിക്കുകയാണ്. തരൂരിനെ നേരിടാൻ ആരുണ്ട് BJP? ലെഫ്റ്റ് ഇടതുമുന്നണി ഇതിലേക്ക് ഞങ്ങൾ വരാം. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPI കണ്ടെത്തുന്നൊരു സ്ഥാനാർത്ഥിയാണല്ലോ നിൽക്കേണ്ടത്. പക്ഷേ BJPയുടെ ആരായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. കാരണം 3-4 ചീട്ടുകളെയും കൂടെ ഇറക്കിയിരുന്നു BJP. എന്താണ്ട് ഒരു വലിയ പ്രശ്നം ഞങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്, തിരുവനന്തപുരത്ത് ഒരു അത്ഭുതം കാണിക്കാൻ പോവുകയാണെന്ന രൂപത്തിൽ ആദ്യം പറഞ്ഞു ഞങ്ങൾ നിർമ്മല സീതാരാമനെ ഇറക്കും. ഡയറക്റ്റ് അല്ല, വാർത്തകൾ ഇങ്ങനെ ചോർത്തി മീഡിയയിൽ, BJP അനുകൂല മീഡിയയിൽ ഇങ്ങനെ ചോർത്തി കൊടുക്കുക എന്നറിയില്ലേ. നിർമ്മല സീതാരാമനായിരിക്കും തരൂരിനെ നേരിടുക. അപ്പം അതിനനുകൂലമായിട്ട് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി ഇവിടെ ഒന്ന് വരുന്നു, തിരുവനന്തപുരത്ത്. ഈ തീരദേശ മേഖലയിൽ പോകുന്നു, മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ കാണുന്നു, മീൻ പിടിക്കാൻ പോകുന്നവരെ ആണുങ്ങളെ കാണുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓളം സൃഷ്ടിച്ചിട്ട് നിർമ്മല സീതാരാമൻ വന്നു പോയത് ഓർമ്മയുണ്ടല്ലോ 1 മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വാർത്ത വന്നു
തരൂരിനെ നേരിടാൻ നിർമ്മല സീതാരാമൻ വരുന്നു കേന്ദ്ര ധനമന്ത്രി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല. ഇപ്പം നിർമ്മല സീതാരാമൻ ഔട്ട് BJP പട്ടികയിൽ, സംശയം വേണ്ട. രണ്ടാമതൊരു പേര് വന്നു, രാജീവ് ചന്ദ്രശേഖർ, ഏഷ്യാനെറ്റിന്റെ മുതലാളി, കേന്ദ്രത്തിലെ സുപ്രധാന ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റില്. കേരളത്തിലും ആകമാനം ബിസിനസ്സുള്ള, ബംഗളൂരുവിലൊക്കെ ബിസിനസ്സുള്ള വലിയ ബിസിനസ് തൈക്കൂൺ. അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തരൂരിനെ നേരിടാൻ വരുന്നു എന്ന അടുത്ത ഷീറ്റ്. തരൂര് കുലുങ്ങിയില്ല, വന്നോട്ടെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഔട്ട്. കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ ബോംബ് പൊട്ടിയ സംഭവത്തിൽ അദ്ദേഹം പ്രതികരിച്ച രീതി മലയാളി മനസ്സിന് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുഡ് വില്ലിനെ അത് വല്ലാണ്ട് ബാധിച്ചു. അതുകൊണ്ട് BJPക്ക് തോന്നി അത് ശരിയാവില്ല, ക്ലച്ച് പിടിക്കില്ല, രാജീവ് വേണ്ട, നമുക്ക് അടുത്ത ആരാണെന്ന് നോക്കാം. പിന്നീടേക്ക് കയറി വന്ന മറ്റൊരു പേരാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. തമിഴ്നാട്ടുകാരൻ, മലയാളത്തോട് അടുത്ത് നിൽക്കുന്നവൻ, മാന്യൻ, പഴയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മിതഭാഷി. അദ്ദേഹത്തെ ഒന്നിറക്കി BJP. ഒരു ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറയില്ല, ഈ ഓളങ്ങള് പൾസ് തിരിച്ചറിയുക, ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്നിറക്കി. അദ്ദേഹം കഴക്കൂട്ടത്ത് വന്നു, തിരുവനന്തപുരം മണ്ഡലത്തിലെ ഫ്ലൈ ഓവർ ഒന്ന് കയറി നടന്ന് കണ്ടതിൻ്റെ പണികൾ അതൊന്ന് പരിശോധിച്ചു. അപ്പം ചില ചോദ്യങ്ങൾ വന്ന്, താങ്കൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നു. അതൊക്കെ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അതൊക്കെ പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ജയശങ്കർ ഒന്നും കൃത്യമായിട്ട് പറയാതെ ഒഴിഞ്ഞു മാറിയത് പോയി. ഇനി ജയശങ്കറിനെ ഇറക്കുമോ BJP എന്നതാണ് മറ്റൊരു ചോദ്യം. ഇതിനിടയ്ക്ക് ഏറ്റവും വലിയ ഷീട്ട് വന്നായിരുന്നു. നരേന്ദ്രമോദി തന്നെ, 4ാമത്തെ ഷീട്ട്, നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് തരൂരിനെ നേരിടും. തരൂരിന് ഇത്രയും വലിയ വലിപ്പമുണ്ടോ എന്ന് BJP തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളാണ് ഈ പറയുന്ന രാജാവ് റാണി ഇങ്ങനെ മാറി മാറി കളിക്കുക. ഈ കാർഡ്, ഇത് രാജ്ഞി വരുന്നു, ഇത് രാജാവ് വരുന്നു, അല്ലെ നമ്മുടെ അടുത്ത മന്ത്രി അനുചരൻ വരുന്നു. എന്തിനാണ് തരൂരിനെ ഇവർ പേടിക്കുന്ന BJP? 2ാം സ്ഥാനത്ത് നിന്ന് BJPക്ക് ലോക്സഭയിലെ തിരുവനന്തപുരത്ത് മത്സരത്തിൽ ഇത്തവണ തോറ്റു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ജയശങ്കറെ ഇറക്കിയാലോ? തരൂരും ജയശങ്കറും തമ്മിലുള്ള മത്സരത്തിൽ 2009 അന്ന് BJP 3ാം സ്ഥാനത്തായിരുന്നു. 3ാം സ്ഥാനത്തല്ല, 4ാം സ്ഥാനത്ത് 2009 ലോക്സഭ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പില്. അന്ന് 1 ലക്ഷം വോട്ടിനാണ് തരൂര് ജയിച്ചത് 2009. 2014 O രാജഗോപാൽ കേരളത്തിൽ BJPയുടെ ഏറ്റവും സ്വീകാര്യനായ BJP നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ O രാജഗോപാൽ. വ്യക്തിപരമായ അദ്ദേഹത്തിന് സ്നേഹബന്ധങ്ങളും അദ്ദേഹത്തോടും ആൾക്കാർക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യ വോട്ടെണ്ണലിലൊക്കെ മുന്നിട്ട് നിന്ന് ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷ പുലർത്തിയ അദ്ദേഹം വെറും 16,000 വോട്ടിനാണ് തരൂരിനോട് തോറ്റത് അവസാന റൗണ്ടിൽ. പക്ഷെ തോറ്റുപോയി. പിന്നെ വന്നത് 2019 കുമ്മനം രാജശേഖരൻ, തനി സംഘി. ആ തനി സംഘിയെ 1 ലക്ഷം വോട്ടിന് വീണ്ടും തരൂര് തോൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്നും റൈറ്റിംഗ് ഓൺ ദ വോൾ നമ്മൾ അറിയേണ്ടത്, സംഘികൾക്ക് BJPക്കും RSSനുമൊക്കെ തിരുവനന്തപുരത്ത് ഒട്ടേറെ വോട്ട് ബാങ്ക് സ്വാധീനമുണ്ടെങ്കിലും സംഘി വോട്ട് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജയിക്കാനാവില്ല എന്നുള്ള മെസ്സേജാണ്. O രാജഗോപാൽ വിജയത്തിന് അടുത്തുവരെ എത്തിയത് സംഘി വോട്ടുകൾ മാത്രം കിട്ടിയതുകൊണ്ടല്ല, വ്യക്തിപരമായ വോട്ടുകൾ കൂടി രാഷ്ട്രീയ മുന്നണിക്ക് അതീതമായിട്ട്, ബന്ധങ്ങൾക്ക് അതീതമായിട്ട് കിട്ടിയതുകൊണ്ടാണ്. അത് കുമ്മനത്തിന് കിട്ടത്തില്ല. കുമ്മനം ഒരു തനി സംഖ്യയാണെന്ന് സംഖ്യകളല്ലാത്തവർക്കെല്ലാം നന്നായിട്ടറിയാം. സംഖ്യകൾക്ക് മാത്രമേ ഉള്ളൂ അതറിയാത്തത്. അതുകൊണ്ട് കുമ്മനത്തെ പോലെ ഒരു കാർഡിറക്കി 2024 കളിക്കാമെന്ന് BJPക്ക് പറ്റൂല, അത് നടക്കൂല, നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് മുതൽ വലിയ ഹെവി വെയ്റ്റ്സ് ചാമ്പ്യന്മാരുടെ പേരുകൾ വരെ ഇറക്കിക്കൊണ്ടുവരുന്നത്. ഇനി ജയശങ്കർ നിന്നാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ മറുപടി ഞങ്ങൾ ഈ പറയുന്നതിലുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഇവിടെ ഇടതുമുന്നണിയുടെ കാര്യം എന്ത് ചെയ്യും? CPIയുടെ സ്ഥാനാർത്ഥിയാണ്. 2009 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. 9
തരൂര് 29.12% വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നത് CPIയുടെ P രാമചന്ദ്രൻ നായർ 20% വോട്ടുകൾ നേടിയിരുന്നു. 29, അതായത് 10% വോട്ടിന്റെ വ്യത്യാസം തരൂരും P രാമചന്ദ്രൻ നായർ CPIയും തമ്മിൽ. മൂന്നാം സ്ഥാനത്ത് അന്ന് BSPയിൽ ചേർന്ന ജനതാദൾ നേതാവ് BSP ചേർന്ന നീല ലോഹിതദാസൻ നാടാർ അന്ന് 86,000 വോട്ട് നേടി, 7.5% വോട്ട് നേടി. നാലാം സ്ഥാനത്താണ് 2009 BJP വരുന്നത്. തിരുവനന്തപുരത്ത് P കൃഷ്ണദാസ്, BJPയുടെ അന്നത്തെ യുവ നേതാവ്, BJP അന്ന് 84,000 വോട്ട് നേടി, 1,00,000 വോട്ട് പോലും ഒന്നും നേടിയില്ല. അതേ സ്ഥാനത്താണ് 2014 രാജഗോപാൽ ഈ വലിയ മുന്നേറ്റം നടത്തുന്നത്. ആലോചിക്കണം. പക്ഷേ 2019 കുമ്മനം വന്നപ്പോൾ വീണ്ടും പിന്നിലേക്ക് പോയി. 10%-ലധികം വോട്ടിന്റെ ഇടിവ് ഈ 2009 പോലെ തന്നെ 2019 സംഭവിച്ചിരിക്കുന്നു. ഇത് കൃത്യമായ അനാലിസിസ് ആണ്. ഇപ്പൊ 2024 എന്താ സംഭവിക്കുക? 2019 നിന്നും BJPക്ക് എന്ത് മെച്ചമുണ്ടാക്കാൻ പറ്റും? അപ്പൊ ഇവിടെ CPIയുടെ സ്ഥാനാർത്ഥികൾക്ക് LDFന് പറ്റിയത് എന്താണ്? അത് പേയ്മെന്റ് സീറ്റ് ആരോപണം വന്നു. 19 C ദിവാകരൻ മത്സരിച്ചപ്പോൾ കിട്ടിയത് 25% വോട്ട്, തരൂരിന് 41% വോട്ട്, അതേപോലെ കുമ്മനത്തിന് 31% വോട്ട്, അവിടെയും 10% വോട്ടിന്റെ വ്യത്യാസം. അപ്പൊ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇത്രയും കുറഞ്ഞു പോയതിന്റെ പിന്നിൽ 2014 2009 മുതലുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. 2014 ബെനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കി. അത് ദയനീയ പരാജയമായിട്ട് മാറി. കാരണം ബെനറ്റ് അന്ന് നേടിയത് ഏറ്റവും കുറഞ്ഞ വോട്ട്. ബെനറ്റ് പേയ്മെന്റ് സീറ്റിന്റെ ആളാണ്. അതിന് പിന്നിൽ C ദിവാകരന്റെ കൈകളുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നൊരു സമയമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഇത്തിരി നീണ്ടുപോയെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് കഴിഞ്ഞ February 8 ഈ മാസം തിരുവനന്തപുരത്തൊരു യോഗം നടന്നു. N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് സെറമണി. O രാജഗോപാലും തരൂരും പങ്കെടുത്തു. അപ്പൊ O രാജഗോപാൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു വാചകം, തരൂരിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. BJPയുടെ സമുന്നത നേതാവ് O രാജഗോപാലിന്റെ അഭിപ്രായമാണ്, തുറന്നു പറയാണ് പോഡിയത്തിൽ നിന്ന് പ്രസംഗത്തിലൂടെ. തരൂരിനെ തോൽപ്പിക്കുക എളുപ്പമല്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ജയിക്കാൻ പ്രാപ്തിയുള്ളവനാണ് ശശി തരൂര് എന്ന് പറഞ്ഞ ആ പ്രസംഗം ചുരുക്കി അദ്ദേഹം പോഡിയത്തിൽ നിന്ന് സീറ്റിലേക്ക് നടന്നു പോകുമ്പോൾ വേദിയിലുണ്ടായിരുന്ന തരൂർ അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ നമസ്കരിച്ചു, പാദ നമസ്കാരം ചെയ്തു. ഈ ഒരു അടിയാണ് BJP കിട്ടിയത്. ഇത് വലിയ പ്രശ്നമായി BJP നേതാക്കൾ രാജഗോപാലിനെതിരെ പരാതി ഉന്നയിച്ചു, രഹസ്യമായിട്ട്, പരസ്യമായിട്ടല്ല. അപ്പൊ രാജഗോപാൽ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഒരു പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ തരൂർ ജയിക്കുമെന്ന് അങ്ങനെ ഉറപ്പിച്ചൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ അങ്ങനെ തീർന്നു. അപ്പൊ ഈ ഒരു കാര്യത്തില് നമുക്ക് തിരുവനന്തപുരത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അത് തരൂർ അഡ്വാൻറ്റേജ് ആണ്. ഞാനതിനെ കോൺഗ്രസ് അഡ്വാൻറ്റേജ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. മറ്റു മണ്ഡലങ്ങളിലെ വരട്ടെ, ഓരോ ദിവസത്തെ നമുക്ക് പറയാമല്ലോ. ഈ തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് നിലവിൽ തരൂർ അഡ്വാൻറ്റേജ് ആണ്. ഈ തരൂർ അഡ്വാൻറ്റേജിനെ ഇവിടെ LDFന് അല്ലെ CPIക്ക് വലിയ റോള് ഞങ്ങൾ ഇപ്പോഴും കാണുന്നില്ല. CPIയുടെ സ്ഥാനാർത്ഥികൾ ആര് വന്നാലും. അപ്പൊ ഈ തരൂർ അഡ്വാൻറ്റേജിനെ നേരിടാൻ, അതിന്മേൽ ജയിക്കാൻ, അല്ലെ തരൂരിനെ തോൽപ്പിക്കാൻ BJP ഇറക്കുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഈ പറഞ്ഞ പേരുകളൊക്കെ ഔട്ടായി പോവുകയാണ്. ജയശങ്കർ വിദേശകാര്യമന്ത്രി നിൽക്കുമോ എന്നത് ആണ് അവസാനത്തെ ഒരു സാധ്യത. അദ്ദേഹം നിന്നാലും അദ്ദേഹം തരൂരിനോട് എങ്ങനെ പൊരുതും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. നമുക്ക് കാത്തിരിക്കാം. ദ ഹോട്ട് സീറ്റ്, 20 ലോക്സഭാ സീറ്റിലെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് തലസ്ഥാന സീറ്റായ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ആരാണ് BJP സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. അത് ഇടതുമുന്നണിക്കും കോൺഗ്രസിനും തരൂരിനും BJPക്കും എല്ലാവർക്കും നിർണായകമാണ്. ആരായിരിക്കും വരിക? ഒരു വലിയ ഹെവി വെയിറ്റ് കക്ഷിയെ കൊണ്ടുവരുമോ തരൂരിനെതിരെ മത്സരിക്കുക? അടുത്ത ദിവസം നമുക്ക് അറിയാൻ പറ്റും.